കെപിസിസിയിൽ നേതൃമാറ്റം നിലവിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിലുമുണ്ട്. ഇപ്പോഴുള്ള നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും സതീശൻ ഡൽഹിയിൽ പറഞ്ഞു. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇതൊന്നും വേറെ ആളുകളൊന്നും അല്ലല്ലോ കേരളത്തിൽ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കേരളത്തെ കൈവെള്ളയിൽ എന്നല്ല അറിയാം. ആരുടെങ്കിലും റിപ്പോർട്ട് മേടിച്ചിട്ട് കേരളത്തെക്കുറിച്ച് അറിയേണ്ട ആളാണ്. അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റിന് ഓരോ ജില്ലയിലെ ഡീറ്റെയിൽസ് അറിയാം. കേരളത്തിലെ 14 ജില്ലയിലെ ഡീറ്റെയിൽസ് ഗാർഗേജിക്ക് അറിയാം. 14 ജില്ലയിലെ ഡീറ്റെയിൽസ് മുഴുവൻ ആളുകളെ കുറിച്ച് അറിയാം. പിന്നെ K.C. വേണുഗോപാലാണ് ഇവിടുത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന് ഇവിടുത്തെ വിവരം സംഘടനാ കാര്യങ്ങൾ അദ്ദേഹമല്ലേ നോക്കണം. ആരെങ്കിലും കൊണ്ട് റിപ്പോർട്ട് എഴുതിച്ച് മേടിച്ചിട്ട് വേണോ K.C. വേണുഗോപാലിനെ പോലെ ഒരാള് കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ? ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന കഥകളാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ ആലോചനകൾ നടക്കുന്നത്. നേതാക്കൾ പരസ്യമായി സുധാകരൻ മാറേണ്ടതില്ല എന്ന നിലപാടാണ് ബഹുഭൂരിപക്ഷം നേതാക്കളും എടുക്കുന്നത്. പക്ഷേ എന്താണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനം? നിലിമ, കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ, ഈ സ്ഥിതിയിൽ KPCC നേതൃത്വം പോയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു യോഗത്തിന് മുൻപായി KPCC നേതൃത്വത്തിൽ മാറ്റം വേണം എന്ന ആവശ്യം കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ K. സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന അഭിപ്രായം, എന്ന പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നേതൃസ്ഥാനം സംബന്ധിച്ച്, നേതൃമാറ്റം സംബന്ധിച്ച് നിലവിൽ ചർച്ചയില്ല എന്ന് പ്രതികരിച്ച ഒരേ ഒരു നേതാവ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ അല്പസമയങ്ങൾക്ക് മുൻപ് കേരള ഹൗസിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ വാക്കുകളാണ് നേരത്തെ കേട്ടത്. വി.ഡി. സതീശൻ വ്യക്തമാക്കിയത് നിലവിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള ചർച്ച നടക്കുന്നില്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഒപ്പം മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുകയാണ് എന്ന വിശദീകരണവുമാണ് വി.ഡി. സതീശൻ നടത്തിയത്. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ KPCC അധ്യക്ഷ സ്ഥാനത്തുനിന്ന് K. സുധാകരൻ മാറണം എന്ന അഭിപ്രായമാണ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. നേതൃസ്ഥാനത്തൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുകയും, ഒപ്പം ശശി തരൂരിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ നേതൃത്വത്തിനെതിരെ പരസ്യമായിട്ടുള്ള വിമർശനം, കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ 3ാം തവണയും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടി വരുമെന്ന വിമർശനം തുറന്നു പറയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ദേശീയ നേതൃത്വം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിളിച്ചു ചേർത്തിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്താണ് യോഗം ചേരുക. രാഹുലും ഒപ്പം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ മുതിർന്ന നേതാക്കളും ഒപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത് യോഗത്തിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൽ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം, എന്ത് പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ്. K. സുധാകരന്റെ നേതൃത്വത്തിൽ മുൻപോട്ട് പോയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് തളരുകയാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള വിഷയം മുതിർന്ന നേതാക്കൾ തന്നെ ദേശീയ നേതൃത്വത്തെ കത്ത് മുഖേനയും അല്ലാതെയും നേരിട്ടും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ റിപ്പോർട്ടുകൾ കത്തെഴുതിയ വിഷയമാണെങ്കിലും നേതൃത്വത്തിൽ മാറ്റം വരുത്തണമെന്ന നേതാക്കളുടെ അഭിപ്രായവും തുറന്നു സമ്മതിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെ നിലവിലൊരു നേതൃമാറ്റം സംബന്ധിച്ച് ആലോചനയില്ല എന്ന് വ്യക്തമാക്കുന്നത്. കേരള KPCCയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണ 2016 മുതൽ സംസ്ഥാനത്ത് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയതുപോലെ നേതൃത്വത്തിന് യുവാക്കളെയും ഒപ്പം ജനങ്ങളെയും സ്വാധീനിക്കാനും ജനപിന്തുണ നേടാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ശശി തരൂർ പരസ്യമായി ചൂണ്ടിക്കാട്ടിയത്. അതിനും വി.ഡി. സതീശൻ നൽകിയിട്ടുള്ള മറുപടി അല്ലെങ്കിൽ വിശദീകരണം എന്നുള്ളത് ശശി തരൂരിന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു. തരൂർ പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ പറയുന്നില്ല, പക്ഷേ മാധ്യമങ്ങൾ അത്തരം വിഷയങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന വിശദീകരണമാണ് വി.ഡി. സതീശൻ നൽകിയത്. ഏതായാലും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം അത്രയധികം രൂക്ഷമാവുകയും ഒരു വശത്ത് KPCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ കൃത്യമായി
കൃത്യമായ പുനഃസംഘടന, പൂർണ്ണമായ പുനഃസംഘടന ഓക്കെ വേണമെന്ന് ജിഷ്ണു, മുതിർന്ന നേതാക്കളുൾപ്പെടെ ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. KPCC പ്രസിഡന്റിനെ മാറ്റുമോ എന്നുള്ള തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. 4 മണിക്കാണ് ഹൈക്കമാൻഡ് കേരള നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്.